എം പോലെയുള്ളൊരു പ്രസ്ഥാനത്തിനടുത്ത് നെഞ്ചുവിരിച്ച് പിന്നെ വെല്ലുവിളിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങണിപ്പറ്റണമെന്നുണ്ടെങ്കിൽ ചില്ലറ ഗഡ്സൊന്നും പോരാ. അതിനുള്ള അപാരമായ ധൈര്യമുണ്ട്. പിന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ അൻവറിന് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് ഉണ്ട്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉൾപ്പെടുന്ന വയനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അൻവർ സ്വന്തം നിലയ്ക്ക് പിടിച്ചത് 10,000-ഓളം വോട്ടുകളാണ് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന്. തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടൂർ മണ്ഡലത്തിൽ നിന്ന് 10,000 വോട്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള ഏറനാട് മണ്ഡലത്തിൽ നിന്ന് 10,000 വോട്ട്. തിരുവമ്പാടി മണ്ഡലത്തിൽ 5,000 വോട്ട്. അന്നൊക്കെ അദ്ദേഹം ചുരുക്കുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, അല്ലെങ്കിൽ ഒരു DIC-കാരനായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാതെ പോകാതെ വൈകാതെ എനിക്ക് തോന്നുന്നു. അല്ലെ, ശരിയല്ല? ആ സമയത്തൊക്കെ അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായിട്ട് എതിർ ഗ്രൂപ്പിനെതിരെ ശക്തമായിട്ട് വാദിക്കുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ഇപ്പുറത്തേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഈ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അവിടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ മലപ്പുറം DCOC ഓഫീസിന് അകത്ത് വരെ കയറി ഷൗക്കത്തിന്റെ അനുകൂലികൾ മുദ്രാവാക്യം വിളിച്ചതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത തന്നെയാണ്.